ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമായി. കാരണം ഒരു 24 വർഷങ്ങൾക്ക് ശേഷം വല്യേട്ടൻ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ ആരാധകരെ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ലല്ല, ആദ്യമായിട്ടാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. മാസമല്ലാതെ നല്ല പന്തുണ്ടായിരുന്നു. നമ്മൾ ഇതാകുമ്പോൾ നല്ല സുഖമായിട്ടുണ്ട്. നല്ല എഫക്റ്റ്, നല്ല എക്സ്പീരിയൻസ് ആണ്. 2000 പടം വെടിക്കെട്ടാണെങ്കിൽ 2024 കൊടുങ്കാറ്റാണ്. സൗണ്ടൊക്കെ നല്ല സൂപ്പർ എഫക്റ്റാണ്, നല്ല എഫക്റ്റാണ്. പുതിയ നമ്മളിപ്പോൾ ഇറങ്ങിയ സിനിമ കാണാൻ വരെയാണ്. ഇന്നൊക്കെ ഇറങ്ങുന്നത് ആവേശമാണ്. പടം നല്ല ആവേശമാണ്. പുതിയ തലമുറയോടൊപ്പം കാണുമ്പോൾ പുതിയ ട്രെൻഡാണ്. കുഴപ്പമില്ല. ഞങ്ങൾ കുറെ കണ്ടല്ലേ. തിയേറ്റർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. അല്ലല്ല, നേരത്തെ കണ്ടു. ഇല്ല, ഫസ്റ്റ് ടൈം. നന്നായിട്ടുണ്ട്. ഒരു പുതിയ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നന്നായിട്ടുണ്ട്. വലിയേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മിസ് ചെയ്തൊരു സിനിമയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റിലീസ് ആയപ്പോൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ നമ്മൾ നല്ല സൗണ്ട് എഫക്റ്റോട് കൂടിയിട്ട് കാണുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് ഇതിൻ്റെ റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ദേവദൂതൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ ക്വാളിറ്റിനേക്കാളും എനിക്കിത് നന്നായിട്ട് തോന്നി. ദേവദൂതൻ റീ റിലീസ് കണ്ട ആളാണ്. കോയമ്പത്തൂരിൽ നല്ലൊരു മൾട്ടിപ്ലെക്സിന് ഞാൻ കണ്ടത്. അപ്പോൾ അതിനേക്കാളും നന്നായിട്ട് പിക്ചർ ക്വാളിറ്റി വന്നിട്ടുണ്ട്, സൗണ്ട് എഫക്റ്റും നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് തവണ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടത് ഇവിടെയാണ്, തിയേറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇത് എനിക്ക് കിട്ടി. ഇതിൽ അത്രേ പറയാൻ. ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമായി. കാരണം ഒരു 24 വർഷങ്ങൾക്ക് ശേഷം വല്യേട്ടൻ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ ആരാധകരെ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബാല്യത്തിൽ അങ്ങനെ തിയേറ്ററിലേക്കൊന്നും വരാണ്ടിരുന്ന സമയത്ത് ഒരു ആശ്രയം കൈരളി TV ആയിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മാറ്റം വന്ന് ഞങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന വലിയേട്ടന് എല്ലാവിധ ആശംസകളും. സത്യം പറഞ്ഞാൽ നമുക്കൊരു 24 വർഷം എന്നുള്ളൊരു ഫീലൊന്നുമില്ല. അതെ, നല്ല ഫ്രഷ്നെസ് ഉണ്ട്. മ്യൂസിക് ആണെങ്കിലും അതുപോലെ എല്ലാം, ക്യാമറ, സൗണ്ട് എല്ലാം പക്ക അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കാൻ്റെ ഒരു പുതിയൊരു പടം റിലീസായിട്ട് ഇന്ന് കാണുന്ന പോലെ ഫീലാണ്. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു പടം, അത്രയും വലിയൊരു സിനിമ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയത് വലിയ സന്തോഷം. ജനങ്ങൾ ഇനിയും വരും. ഒന്നും കൂടി വലിയേട്ടൻ ജനങ്ങളിലേക്ക് ഇറങ്ങണം. നല്ല രീതിയിൽ ഇനിയും നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് അരോമയിലാണ്. ഇത് രാവിലത്തെ ഫാൻ ഷോ കണ്ട സംസീത് തൃശ്ശൂർ രാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അവൻ 2 വാക്ക് പറയും. തൃശ്ശൂർ ആവേശം ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. അവിടെ ഇഷ്ടമുള്ളായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ടൈം നല്ല ആവേശമായിരുന്നു തൃശ്ശൂർ. ഇവിടെയും അതേപോലെ തന്നെ പാലക്കാട് ആവേശമായിരുന്നു. ആളുണ്ട്. ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. കാലഘട്ടത്തിലാണ് കണ്ടത്. അന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ മാമന്മാരും വാപ്പയൊക്കെ വിളിച്ചിട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി കണ്ടിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊന്നും കണ്ടിട്ടില്ല, അതിനും കൂടി വിളിച്ചിട്ട് വന്നിട്ട് നല്ല ആവേശത്തിലാണ്. അടിപൊളി ഇന്ത്യൻ സിനിമയുടെ വലിയേട്ടൻ വീണ്ടും കംബാക്ക്. അത്രേ ഉള്ളൂ. അടിപൊളി. കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. സൂപ്പറാണ് പടം, സൂപ്പറാണ്. തീർച്ചയായിട്ടും മമ്മൂക്കാൻ്റെ ഇനിയും വരാൻ കിടക്കുന്ന റിലീസിൻ്റെ ഒരു ചാകര തന്നെയാണ് മമ്മൂക്കാക്ക് ഇനി വരാൻ കിടക്കുന്നത്. വടക്കം വീരകഥ വരുന്ന അടുത്ത് തന്നെ. പിന്നെ ഒരു അനൗൺസ് കേട്ടത് ഇപ്പോൾ ദളപതി, അതും അപ്പോൾ ആവനാഴി. അങ്ങനെ മമ്മൂക്ക ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനി റിലീസ്, അതും
ചെറിയ ചെറിയ പടങ്ങളല്ല, വമ്പൻ സിനിമകളായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രചോദനമാണ് വലിയേട്ടൻ. ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു റിലീസ് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന 2 പടങ്ങൾ ഉണ്ട് അത് ബിഗ് ബി ഞങ്ങളുടെ തിയേറ്ററിൽ കണ്ടിട്ടില്ല. തിയേറ്ററിന് കണ്ടിട്ടുണ്ട്. ഇനിയും അത് എത്ര പ്രാവശ്യം ഇട്ടാലും ബിഗ് ബിക്ക് അതൊരു പ്രത്യേക ഫാൻ ഫോൾ ഉണ്ട്. അപ്പോൾ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വടക്കം വീരഗാഥ അതും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രയും സാങ്കേതിക വിദ്യ ഇന്നത്തെ കാലത്ത് ഒന്നുമില്ലാത്ത ഇന്ന് എല്ലാം ഉണ്ടായിട്ട് പോലും ഭയങ്കര സ്ലോ ആണ്. എന്നാൽ അന്ന് ഒന്നുമില്ലാത്ത സമയത്ത് പോലും അത്രയും വൃത്തിയായിട്ട് ഹരിഹരൻ സാർ എടുത്തു വെച്ച വടക്കൻ വീരഗാഥ റിലീസ് ചെയ്യുമ്പോൾ വളരെ ഗംഭീരമാവും. എന്തായാലും സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ദൂരം വന്ന് നമ്മുടെ മമ്മൂക്കാക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി നിന്ന നിങ്ങളോടും നിങ്ങളുടെ ചാനലിനോടും നന്ദിയുണ്ട്. എന്തായാലും ഇനിയും പ്രൊജക്റ്റുകൾ ഒരുപാട് വരാനുണ്ട്. വൻ വിജയമാവട്ടെ. വലിയേട്ടനെ സ്വീകരിച്ച പുതിയ റിലീസുകൾ തന്നെ വരുന്നുണ്ട്. ബസ്സൊക്കെ ഉണ്ട്, ഡൊമിനിക് ഉണ്ട്. ഇതൊക്കെ വൻ വിജയമായിട്ട് മാറും. അപ്പോൾ വലിയേട്ടൻ വന്ന് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും ഷംനാസ്ക, അനൂപ് ഞങ്ങളാരും അങ്ങനെ കണ്ടിട്ടില്ല. സാദിക്കണ്ണൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര സന്തോഷമായി മനസ്സുകൊണ്ട്. ഒരുപാട് ഹാപ്പിയായി. താങ്ക് യു.